അപ്പോൾ നമ്മൾ ഇന്ന് ഡിന്നറിനായിട്ട് പോകുന്നത് തോട്ടുമുഖം ആലുവയിലുള്ള പാർക്ക് റെസിഡൻസി ആർക്കേഡിയ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. അപ്പോൾ ഈ ഹോട്ടൽ ട്രെൻഡിങ് ആയി തുടങ്ങിയത് അർബൻ ഹൗസ് എന്ന റെസ്റ്റോ ബാർ തുടങ്ങിയതിന് ശേഷമാണ്. റെസ്റ്റോ ബാർ അല്ലാതെ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും കൂടിയുണ്ട്. അത് മലയാളീസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇരിക്കുന്നത് മലയാളീസ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ വെൽ ഫേർണിഷ്ഡ് നല്ലൊരു എലഗൻറ്റ് റെസ്റ്റോറൻ്റാണ് ഈ മലയാളീസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തേക്കുന്നത് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഡിഷാണ് ചീരമുളക് തവ ഫിഷ്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഇത് നാടൻ സ്റ്റൈലിൽ ഫ്രൈ ചെയ്ത ഫിഷാണ്. അതിൻ്റെ കൂടെ കാന്താരിമുളകും പിന്നെ സിട്രസും. അപ്പോൾ നമ്മൾ ഇവിടെ പ്രതീക്ഷിച്ചത് കാന്താരിമുളകൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് മീൻ വറുത്തതാണ്. പക്ഷെ കിട്ടിയത് വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു ഡിഷാണ്. ഒരു വൈറ്റ് സോസി ടെക്സ്ചറുള്ള ഒരു ഡിഷ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഫിഷ് എന്താണെന്ന് ചോദിച്ചപ്പോൾ തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ബാസ ഫിഷാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ സോഫ്റ്റാണ്, നാവിലിട്ടാൽ അലിന്ന് പോകുന്നൊരു ഡിഷാണ്. ടേസ്റ്റ് വൈസ് ആണെങ്കിൽ സൂപ്പർബ് ടേസ്റ്റാണ്, ഒരു മസ്റ്റ് ട്രൈ ആണ്. പിന്നെ നമ്മൾ മെയിൻ കോഴ്സായിട്ട് പറഞ്ഞത് ഒരു ക്വാർട്ടർ കല്ലിൽ ചുട്ട കോഴിയാണ്. അതാണ് ഈ കിടക്കുന്നത്. ഇതൊരു അൽഫാം ടൈപ്പ് ഡിഷാണ്. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു അറബ് കേരള ഫ്യൂഷൻ ഡിഷായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതും ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്, കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവറിങ് ഭയങ്കര ഡിഫറെൻ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്രെഡ് ഐറ്റമായിട്ട് ചപ്പാത്തിയും റൈസ് ഐറ്റമായിട്ട് ഗീ റൈസും പറഞ്ഞായിരുന്നു. പിന്നെ ഒരു സെമി ഗ്രേവി ഡിഷും കൂടെ പറഞ്ഞു, അതായത് പോത്ത് വരട്ടിയത്. അതും അവർ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് വളരെ ഫെമിലിയർ ടേസ്റ്റാണ്, നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു ഡിഷാണ്. അപ്പോൾ അത്ര സംഭവമൊന്നുമല്ല, പക്ഷെ നല്ലതാണ്. അപ്പോൾ ഫൈനലി നമ്മളൊരു ലൈം ടീ കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു ഈ ഡിന്നർ. പിന്നെ പിള്ളേർക്കായിട്ട് ഡെസേർട്സ് ആയിട്ട് ഒരു ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും പറഞ്ഞായിരുന്നു. അത് നോർമൽ നമുക്ക് ലോക്കലിൽ കിട്ടുന്ന പോലെ തന്നെ, പക്ഷേ നല്ലതായിരുന്നു. അവിടെ ടേബിളിൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്പെഷ്യൽ ഡെസേർട്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലുവ റീജിയൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് മറക്കണ്ട, മലയാളീസ്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്നവരാണെങ്കിൽ ഇവിടെ സ്റ്റേയ്ക്കുള്ള ഫെസിലിറ്റീസൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.